നമ്മുടെ പുതിയ വീട് പണിത സമയത്ത് ഭയങ്കര ആഗ്രഹമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ചുമന്നുകൊണ്ട് വരുന്ന ബീൻ ബാഗ്. വാങ്ങിച്ചൊരു ടെഡി ബെയർ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അത് വാങ്ങിച്ചത്. ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു. പക്ഷെ എന്തോ ഒരു ചെറിയ സാധനം കുത്തിക്കൊണ്ടപ്പോൾ തന്നെ ഈ സാധനം പൊട്ടിയിട്ട് ഇപ്പൊ 2 വർഷമായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇതിനെ ഞാൻ പൊക്കിയിട്ട് ബീൻ ബാഗ് ആൻഡ് ഓഫീസ് ചെയർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മാതൃഭൂമിയുടെ അടുത്തായിട്ടൊക്കെ ഒരു സെന്റർ ഉണ്ട്. അവരുടെ ഈ ടെഡി ബെയറിന്റെ അല്ല കേട്ടോ, വേറൊരു ബീൻ ബാഗുകാരുടെയാണ്. ഞാൻ എപ്പോഴും നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പൊ അവിടെ തന്നെ അവർക്ക് അതിന്റെ സ്റ്റിച്ചിങ്ങും എല്ലാം ഉണ്ട്. അവരുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ അതിന് എന്ത് ചെയ്തു, ഒരു പാച്ച് വർക്ക് ചെയ്തു. അതിൽ പോയ ബീൻസ് ഒക്കെ അവർ നിറച്ച് തന്നു. അപ്പോൾ ഞാനിവിടെ ബാൽക്കണി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെടിയൊക്കെ വെച്ച് കുറച്ച് പുല്ലൊക്കെ വിരിച്ച് അവിടെ ഇടയ്ക്ക് ഇരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അവിടെ ഒരു ചെയർ ഇല്ലായിരുന്നു. ഇതാണ് ഈ വെള്ളം മഴയൊക്കെ കൊണ്ടുകഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ ഈ ഒരു ഷെയ്ഡും ആണല്ലോ. ഞാനൊരു കണക്കിന് ഇത് ചുമന്ന് ഒന്നാമത് വന്ന വഴി തന്നെ സാരി കൊടുത്തിട്ട് ചുമന്ന് പോകണ്ടേ. അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാലെന്ന് വെച്ചിട്ടാണ് നീ റിസ്കി വീഡിയോ എടുത്തത്. ഒരു കണക്കിന് അതിനെ ഒരു സ്ഥലത്ത് തട്ടാതെ മുട്ടാതെ കൊണ്ടുപോയി അവിടെ ഇട്ടു. അവിടെ ഇട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരാശ്വാസം വരുന്നു. പിന്നെ ഞാനില്ലേ ഇവരുടെ ബീൻ ബാഗിന്റെ ഈ പറഞ്ഞില്ലേ മാതൃഭൂമിയുടെ അടുത്തുനിന്ന്, അവിടെ നിന്ന് ഒരു ബീൻ ബാഗും ഒരു നമ്മുടെ കാലൊക്കെ കയറ്റി വെക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ സ്റ്റൂളായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം, ഒരു മെറൂൺ കളറ് അതും കൂടി വാങ്ങിച്ചായിരുന്നു. ഈ ടെഡി ബെയറിൽ നിന്ന് ഞാനിത് വാങ്ങിച്ചപ്പില്ലേ 3000 സംതിങ് ആയിട്ടോ. പക്ഷെ ഇവിടെ നല്ല ലാഭം 2000 സംതിങ് ആണ് ഈ ഒരു ടെഡി ഇതിനായത്, ബീൻ ബാഗിനായത്. പിന്നെ ഉള്ളിലാണെങ്കിലും ഇവരൊരു ലെതർ പോലത്തെയാണ്. ഉള്ളിലാണെങ്കിലും ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് മറ്റേതിനേക്കാളും. ലുക്ക് വൈസ് നോക്കുമ്പോൾ മറ്റേതിന് ഭയങ്കര ക്വാളിറ്റി തോന്നുമെങ്കിലും പക്ഷെ ഇതിനാണ് ഇവരുടെ സ്റ്റിച്ചിങ്ങിനും ഉള്ളിലൊക്കെ ഒരു ലൈനിങ് പോലത്തെ പീസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഷീജിരിക്കണത് അതിൻ്റെ സ്റ്റൂളിലാട്ട് ഇത് ഇരിക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്ത് ഹോളിൽ വെക്കാം. പിന്നെ കുറച്ച് ബീൻസ് എന്ന് പറയുന്നത് ഈ സാധനമില്ലേ നമ്മൾ ഈ ഒരു ഈ ചാക്കിൽ വന്ന വെള്ള കളറുള്ള സാധനം, അത് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി ഇരുന്നിരുന്ന് വരുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ഫില്ല് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യമേ ഇച്ചിരി കുറവായിരുന്നു, കാരണം കാറിൽ വെച്ച് രണ്ടിനെയും കൊണ്ടുവരണ്ടേ. അപ്പൊ ഇച്ചിരി ഉള്ളത് ഞാൻ ഫില്ല് ചെയ്തു. അപ്പൊ തന്നെ ഫില്ല് ചെയ്തപ്പോൾ തന്നെ കയ്യിൽ നിന്ന് കുറച്ച് പോയിട്ടാ. കോമഡിയാണ് ഈ സാധനം. കാരണം നമുക്ക് അടിച്ചാലും തൂത്തലൊന്നും പോരില്ല. ഞാനൊരു കണക്കിന് അടിച്ചു വന്നപ്പോഴേക്കും ഡോറിന്റെ അവിടെ നിന്ന് കുറച്ച് കാറ്റൊക്കെ ഒന്നും ഒരു കണക്കിനൊക്കെ പറ്റുന്നതൊക്കെ കുറച്ച് പോയിട്ടാ. അതൊക്കെ എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഹോളിന്റെ ആ ഒരു സൈഡിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം ഇത്. കാരണം ഈ ഹോളിൽ ഈ സോഫയുടെ ഭാഗത്താണ് എല്ലാവരും ഇരിപ്പും എല്ലാം ഉള്ളത്. അപ്പുറത്തെ സൈഡിലുള്ള ബെഞ്ചിന്റെ ഒരു കോർണർ കൊണ്ടാണ് മറ്റേ ബീൻ ബാഗ് പൊട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ച് അവിടെ ഇരിക്കണം. അപ്പൊ ഇത്തിരി ഇങ്ങോട്ട് നീക്കിയിട്ട് അവിടെ ഇരിക്കാം. നമുക്ക് കാലേറ്റി വെക്കണമെങ്കിൽ കാലേറ്റി വെക്കാം, സ്റ്റൂളിൽ അല്ലെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമല്ലേ പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള നേരത്തെ വാങ്ങിച്ചാണ്. ബാൽക്കണി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. ബാൽക്കണിയും കൂടി ഒന്ന് കണ്ടേക്കട്ടോ. ഇതിങ്ങനെ പുല്ലൊക്കെ വെച്ച് ഈ സാധനമൊക്കെ വെച്ച് കൊള്ളാല്ലേ. അപ്പൊ ഇത്രയൊക്കെ ടാറ്റ ബൈ ബൈ.